താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. The person you are calling is not answering. Please try later. आप जिस व्यक्ति को कॉल कर रहे हैं. നമസ്കാരം. വിന്റർ ഹെവന്റെ ഒരു പുതിയ ന്യൂസിലേക്ക്, ഏറ്റവും നല്ല ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടനവധി ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒട്ടനവധി പേര് ചതിക്കുഴികളിൽ വീണ് ഓരോ ലക്ഷം, 2, 5, 10 ലക്ഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടും, നിങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുക, വരിക്കാരാവുക എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കുഴികൾ കുഴിച്ചിട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലായി പതിയിരിക്കുന്ന ചില ഓൺലൈൻ തട്ടിപ്പുകാരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത് ഞാനിനി കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനസ്, അദ്ദേഹത്തിന് കിട്ടിയ ഓൺലൈനിലൂടെ അദ്ദേഹത്തിനെ തട്ടിപ്പിന് ഇരയാക്കാൻ പോയ ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുന്നത് ലോൺ എമൗണ്ട് എത്ര വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. എമൗണ്ട് നമ്മൾ അങ്ങോട്ട് 5 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിട്ട ലിസ്റ്റ് നോക്കിക്കൊള്ളണം. ഓക്കെ പറഞ്ഞിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഫോട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആനുവൽ ഇൻകം എന്നാണ്. ലോണ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ബേഴ്സ്മെന്റ് ടൈം 30 to 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു. പാൻ കാർഡ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പാൻ കാർഡ് കൊടുത്തിരിക്കുകയാണ്. പാൻ കാർഡിൻ്റെ വിവരങ്ങളാണ്, കണ്ടോ? പാൻ കാർഡിൻ്റെ വിവരങ്ങൾ. ഇങ്ങനെ പാൻ കാർഡിൻ്റെ വിവരങ്ങളെല്ലാം നമ്മളൊന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് അറിയുവാൻ വേണ്ടിയിട്ട് അവരെ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയാണ്. നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ലോൺ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും നിന്നാൽ അവരെ തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അവരെടുത്തിരിക്കുന്നത് ഇന്ന് പഴയ കാലഘട്ടമല്ല, അവരെടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒരു ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറായിരിക്കും. അതിൽ കൂടെ നമുക്ക് അവരുടെ പിടിക്കാൻ കഴിയും. അവരിനി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും നമുക്കവരെ സിമ്പിളായിട്ട് പിടിക്കാൻ കഴിയും. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പാൻ കാർഡ് ഇട്ടപ്പോൾ ഓക്കെ ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു PDF ഫയൽ അയച്ചിരുന്നു. ഞാൻ അത് വായിക്കാം. ആ PDF ഇതിനകത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അൺഎബിൾ ടു റീഡ് QR ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. ചെക്ക് യുവർ ഇൻസ്റ്റാൾമെൻറ്റ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നൗ റിക്വയർമെൻറ്റ് ഫോർ പ്രോസസ്സിംഗ് ഫീ 1750 രൂപ പ്രോസസ്സിംഗ് ഫീ, ചെക്ക് ചെയ്യുന്നതിനുള്ള ഫീ എന്ന് പറഞ്ഞ് അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം പേ ആൻഡ് 2 minutes 47 seconds ട്രാൻസ്ഫർ ടു യുവർ അക്കൗണ്ട്. ഞങ്ങൾ ഈ 1750 രൂപ അടയ്ക്കുമ്പോൾ നമ്മൾ 2 മിനിറ്റിനകം അല്ലെങ്കിൽ 2 മിനിറ്റ് 47 സെക്കൻഡിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ 5 ലക്ഷം രൂപ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അവർ ലോൺ ആപ്ലിക്കേഷൻ എന്നിട്ട് ഒരു ലോൺ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അവർ അയച്ചിരുന്നതാണ്, സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് ചെക്ക് യുവർ പ്രോസസ് കംപ്ലീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നോ ലേറ്റ്, ഹൗ ടു പേ സർ, നിങ്ങളുടെ മുഴുവൻ പ്രക്രിയയും തയ്യാറാണ്. നിങ്ങൾ 1750 രൂപ അടച്ചാൽ നിങ്ങളുടെ ലോൺ 2 മിനിറ്റ് 47 സെക്കൻഡിനുള്ളിൽ അനുവദിക്കപ്പെടും. ശരി എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാം, നിങ്ങളുടെ മുഴുവൻ പ്രക്രിയയും തയ്യാറാണ്. ക്യാൻ യു കാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓൺലൈൻ തട്ടിപ്പുകളിൽ ദയവായി നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. ഒട്ടനവധി
ചതിക്കുഴികളാണ് അതിൻ്റെ പിന്നിലിരിക്കുന്നത്. 1750 രൂപ നമ്മൾ അഥവാ അടച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഒരു 4000 രൂപയുടെ ഒരു പ്രോസസ്സിങ് കൂടെ പറയും. ആ 4000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 9500 പറയും. 9500 കൂടി അടച്ചു കഴിഞ്ഞാൽ അവർ പറയും അപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ തരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ എമൗണ്ടുകൾ കൂട്ടിക്കൂട്ടി പോകും. നമ്മളെ മോഹന വാഗ്ദാനങ്ങളിലേക്ക് കൊണ്ടുപോകും. മോഹന വാഗ്ദാനങ്ങൾ എപ്പോഴും സുന്ദരമായിരിക്കും. ആ സുന്ദരമായ വാഗ്ദാനങ്ങളിൽ നമ്മൾ മയങ്ങി ചതിക്കുഴികളിലേക്ക് നമ്മൾ വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവരെ വിളിച്ച് നോക്കുകയാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് കോൾ വഴി കൂടി ഒന്ന് വിളിക്കും. തിരക്കിലാണ് എന്നാണ് പറയുന്നത്. നമ്മൾ അവരെ വീണ്ടും വിളിക്കുകയാണ്. ഇനി വാട്സാപ്പ് വഴി അവരെ ഒന്ന് വിളിക്കാൻ നോക്കാം. നോ റെസ്പോൺസ് ആണ്. അവരുടെ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? 10 ഇയർ പ്രധാനമന്ത്രി മുദ്രാ യോജന, പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന എന്നും പറഞ്ഞിട്ടാണ് അവരിതിനകത്ത് അത് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിൽ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പാണിത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. ഇതൊക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ധാരാളം നാട്ടിലുണ്ട്. ഇതാ കാണാൻ കഴിയും, പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന, ഇതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴികൾ ധാരാളമുണ്ട്. ദയവായി ഇത് നമ്മളിങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എവിടെയും സപ്പോർട്ടോടുകൂടി